തീരദേശ പരിപാലന അതോറിറ്റി 31 കയ്യേറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ ഒന്നുമാത്രം പരിശോധിച്ച ടി.എൻ. പ്രതാപന്റെ നേതൃത്വത്തിലുള്ള നിയമസഭാ സമിതിയുടെ നിഷ്പക്ഷതയിൽ സംശയമുണ്ടെന്ന് ടോണി ചമ്മണി പറഞ്ഞു. കോർപ്പറേഷൻ ഭരണസമിതിയുടെ അനുമതിയില്ലാതെയാണ് DLF ചിലവന്നൂരിൽ ഫ്ളാറ്റ് നിർമ്മിച്ചത്. മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് ഉദ്യോഗസ്ഥരാണ് നിർമ്മാണാനുമതി നൽകിയത്. നിലവിൽ കോർപ്പറേഷന്റെ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. നിയമലംഘനം നടത്തിയ കെട്ടിട ഉടമയെ പരിഗണിക്കാതെ നിയമപ്രകാരം നടപടിയെടുത്ത കോർപ്പറേഷനെതിരെ പരാമർശം നടത്തുന്നതിനോട് യോജിപ്പില്ല. വലിയ മാധ്യമ സംഘം ചെയർമാൻ തന്നെ വിളിച്ചു വരുത്തുകയും അവരുടെ മുമ്പിൽ വെച്ച് ഫൈൻഡിങ്സ് എല്ലാം ബ്രീഫ് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. അതെല്ലാം ചട്ടങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണല്ലോ കമ്മിറ്റി എപ്പോഴും ചെയ്തത്. മാത്രമല്ല ഒന്ന് മാത്രം കാണുകയും 30 കാണാതിരിക്കുകയും ചെയ്തതിൻ്റെ നിഷ്പക്ഷത എന്താണ്? സമിതി അധ്യക്ഷനായ ടി.എൻ. പ്രതാപനാണ് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയത്. മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിലല്ല നിയമസഭാ സമിതി തെളിവെടുപ്പ് നടത്തുന്നത്. നിഗമനങ്ങൾ നിയമസഭയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പങ്കുവച്ചത് എന്തിനെന്ന് ടി.എൻ. പ്രതാപൻ വ്യക്തമാക്കണം. നിയമസഭാ സമിതിയുടെ നടപടി സദുദ്ദേശത്തോടെ ആയിരുന്നില്ലെന്നും ടോണി ചമ്മണി ആരോപിച്ചു. മീഡിയ 1 കൊച്ചി.